ലയണൽ ആന്ദ്രേസ് മെസ്സി നീലയും വെള്ളയും കലർന്ന ആ അർജന്റീനിയൻ ജേഴ്സിയിലല്ലാതെ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ മറ്റൊന്നിനും ആ രൂപം നമ്മൾ സങ്കല്പിച്ചിട്ട് പോലുമില്ല അല്ലേ? എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, സാവിക്കും ഇനിയസ്റ്റിക്കുമൊപ്പം സ്പെയിന്റെ ലാ റോജ ജേഴ്സിയിൽ കളിക്കുന്ന മെസ്സിയെ. ചരിത്രം അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജന്റീനയ്ക്ക് ആ മൂന്നാം ലോകകപ്പ് ഉണ്ടാകുമായിരുന്നു. 2026 സ്പെയിനെതിരെ മെസ്സി അർജന്റീനയുടെ രക്ഷകനായി നിൽക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ആ ഹൈജാക്ക് കഥ നമുക്ക് നോക്കാം. ഒരു പഴയ VHS ടേപ്പും ഒരു ഫോൺ കോളും മാറ്റിമറിച്ച ഫുട്ബോൾ ചരിത്രം. വർഷം 2000. വെറും 13-ാം വയസ്സിൽ ഹോർമോൺ കുറവുകളുള്ള ഒരു കൊച്ചു താരത്തെ ബാഴ്സലോണ തങ്ങളുടെ ലാമാസി അക്കാദമിയിലേക്ക് എത്തിച്ചു. സ്പെയിൻ ഫുട്ബോൾ അസോസിയേഷൻ ആ കൊച്ചു മാന്ത്രികന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞിരുന്നു. അവർ അവന് സ്പാനിഷ് പൗരത്വം കൊടുത്ത് തങ്ങളുടെ ദേശീയ ടീമിൽ എത്തിക്കാൻ രഹസ്യ നീക്കങ്ങൾ തുടങ്ങിയ സമയം. അർജന്റീനയിലെ ഫുട്ബോൾ തലപ്പത്തുള്ളവർ പോലും അന്ന് മെസ്സി എന്ന പേര് കേട്ടിരുന്നില്ല. പക്ഷേ കഥ മാറിയത് അർജന്റീനിയൻ കോച്ച് മാർസെലോ ബിൽസയും സഹായി ക്ലോഡിയോ വിവാസും താരങ്ങളെ തിരഞ്ഞ് ബാഴ്സലോണയിൽ എത്തിയപ്പോഴാണ്. മെസ്സിയുടെ പിതാവ് ജോർജിന്റെ നിർബന്ധപ്രകാരം ആ കുട്ടി മാന്ത്രികന്റെ പ്രതിനിധി ഹൊറോസിയോ ഗാഗിയോലി ബാഴ്സ ടീമിൽ നിന്ന് ഒരു VHS ടേപ്പ് ഒപ്പിച്ചു. നേരെ പരിശീലകർ താമസിച്ച ഹോട്ടൽ മുറിയിലേക്ക്. ക്ലോഡിയോ വിവാസ് അന്ന് ആ ടേപ്പ് പ്ലേ ചെയ്തു. നീളമുള്ള മുടിയുള്ള ഒരു കൊച്ചുകുട്ടി ബാഴ്സലോണ ജേഴ്സിയിൽ എതിരാളികളെ കളിപ്പാവുകളെ പോലെ വെട്ടിച്ച് മുന്നേറുന്നു. അത്ഭുതത്തോടെ കോച്ച് ബിൽസ വിളിച്ചു പറഞ്ഞു, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യേണ്ട, നോർമൽ സ്പീഡിലിട്, ഈ കുട്ടി അവിശ്വസനീയമാണ്. പക്ഷേ അർജന്റീനയുടെ യൂത്ത് ടീം കോച്ച് ഹ്യൂഗോ ടോക്കാലിക്ക് ആ കുട്ടിയെ പെട്ടെന്ന് ടീമിലെടുക്കാൻ ചെറിയൊരു മടി തോന്നി. എന്നാൽ 2003 അണ്ടർ-17 വേൾഡ് കപ്പിൽ സെമിയിൽ അർജന്റീന സ്പെയിനോട് 2-3 തോൽവി ഏറ്റുവാങ്ങി. ആ തോൽവിക്ക് ശേഷം അർജന്റീനൻ ക്യാമ്പിലേക്ക് വന്ന സ്പാനിഷ് ടീമിന്റെ ഷെഫ് പരിശീലകൻ ടോക്കാലിയോട് ഒരു വാക്ക് പറഞ്ഞു. ചരിത്രം മാറ്റിയെഴുതിയ വാക്കുകൾ. മിസ്റ്റർ ടോക്കലി, ബാഴ്സലോണയിലുള്ള ആ കൊച്ചുകുട്ടിയെ നിന്റെ ടീമിലെടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ചാമ്പ്യന്മാരായേനെ. ടോക്കാലി പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആ വാക്കുകൾ ഒരു കടാര പോലെയാണ് തന്റെ നെഞ്ചിൽ പതിച്ചതെന്നാണ്. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ തലവനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ആ കുട്ടിയെ വേണം, അതും അടിയന്തരമായി. നിയമപ്രകാരം മെസ്സി അർജന്റീനയുടേതാകണമെങ്കിൽ ഫിഫയുടെ ഒഫീഷ്യൽ മത്സരത്തിൽ അവൻ കളിക്കണമായിരുന്നു. സ്പെയിൻ റാഞ്ചാതിരിക്കാൻ അർജന്റീന തിരക്കിട്ട് പരാഗ്വെക്കെതിരെ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. കളി നിയന്ത്രിക്കാൻ ഫിഫ ഫോം പോലുമില്ലാത്ത റഫറി ഗബ്രിയേൽ ബ്രസ്നാസ് എത്തി. രണ്ടാം പകുതിയിൽ ആ കുട്ടി മൈതാനത്തേക്ക് ഇറങ്ങി. റഫറി ബ്രസ്നാസിന്റെ വാക്കുകൾ പറഞ്ഞാൽ, അവൻ കളിക്കളത്തിൽ വന്ന് എന്റെ അരികിലൂടെ മിന്നൽ വേഗത്തിൽ കുതിച്ചു പാഞ്ഞു. ഗോൾ കീപ്പറേയും വെട്ടിച്ച് അവൻ ഗോൾ നേടുന്നത് കണ്ട് ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നുപോയി. അതെ, ആ ഒറ്റ മത്സരത്തോടെ സ്പെയിന്റെ മോഹങ്ങൾ അർജന്റീന തല്ലിക്കെടുത്തി. പലരും സ്പെയിനു വേണ്ടി കളിക്കാൻ നിർബന്ധിച്ചപ്പോഴും ആ 17-കാരന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയും ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് എന്റെ അർജന്റീനയ്ക്ക് വേണ്ടി മാത്രം കളിച്ചാൽ മതി. തനിക്ക് ജീവിതം നൽകിയ സ്പെയിനെ മെസ്സി ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ 2010 ലോക ചാമ്പ്യന്മാരായ സ്പെയിനെ 1-4 ഗോളുകൾക്ക് മെസ്സിയും സംഘവും തകർത്തത് മറ്റൊരു ചരിത്രമാണ്. തന്റെ ബാഴ്സലോണയിലെ സഹതാരമായ പെപ്പെ റെയ്നയ്ക്ക് മുകളിലൂടെ മെസ്സി പന്ത് ചിപ്പ് ചെയ്ത് വലയിലെത്തിച്ച ആ മാന്ത്രിക കാഴ്ച ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കില്ല. വർഷങ്ങൾക്കിപ്പുറം ഇതാ 2026 ലോകകപ്പിന്റെ ഫൈനൽ വേദിയിൽ സ്പെയിൻ വീണ്ടും മെസ്സിക്ക് മുന്നിലെത്തുമ്പോൾ ഒരു പഴയ VHS ടേപ്പിൽ തുടങ്ങി അർജന്റീനയുടെ രക്ഷകനായി മാറിയ ലയണൽ മെസ്സിയുടെ കഥ തുടരുകയാണ്. അവൻ അർജന്റീനക്കാരനായത് ഭാഗ്യമല്ല, നിയോഗമാണ്.